ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. 34-ാം സങ്കീർത്തനം 14 മുതലുള്ള വാക്യങ്ങൾ. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ചു പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ അവസാന ഭാഗത്ത് ദോഷം ചെയ്യാതെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും കാത്തുകൊള്ളുക എന്ന് പ്രത്യേകിച്ച് ഓർപ്പിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് പറയുന്നത്, ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, അതായത് ലോകത്തിൻ്റെ ദൃഷ്ടിയിലുള്ള ഗുണത്തെക്കുറിച്ചോ ലോകത്തിൻ്റെ ദൃഷ്ടിയിലുള്ള സമാധാനത്തെക്കുറിച്ചോ മാത്രമല്ല അതിൽ പറയുന്നത്. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുമ്പോൾ സമാധാനം പിന്തുടരുവാനുള്ള ഒരു മാർഗ്ഗം കിട്ടും. ഇതിൽ പ്രത്യേകിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നീ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യണം. അപ്പം ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ ദോഷം ഉപേക്ഷിക്കണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് കഷത്തിലുള്ളത് പോകുകയും ചെയ്യരുത്, ഉത്തരത്തിലുള്ളത് എടുക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മറ്റൊരു കാര്യമാണ്. കാരണം ഈ ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ ദോഷത്തെ ഉപേക്ഷിക്കണം. ഇതെല്ലാം നമ്മളുടെ ജീവിതമാകുന്ന അറയിൽ, മനസ്സിൽ, ചിന്താധാരയിലൊക്കെ ഇങ്ങനെ അട്ടിയായിട്ട് ഇട്ടേക്കുക. അപ്പോൾ ഒരുപാട് ദോഷങ്ങളുണ്ട്. ആ ദോഷങ്ങളെ വിട്ടിട്ട് വേണം ഗുണം ചെയ്യാൻ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു നല്ല ഗ്ലാസ്സിൽ നമുക്ക് വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസ് നന്നായിട്ട് കഴുകണം, പാത്രം വൃത്തിയാക്കണം. എന്തെങ്കിലും എച്ചിലോ വൃത്തികേടോ ഉണ്ടെങ്കിൽ രുചിയായിട്ട് നമുക്ക് വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ പറ്റത്തില്ല. ഇതുപോലെ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത്, പഴയ തുരുത്തി പുതിയ തുരുത്തിയായി രൂപപ്പെടണം. ഒരു കഴുകൽ ആവശ്യമാണ്. അപ്പം ഗുണമെന്ന് പറയുന്നതിന് ഒരുപാട് തീഷ്ണതയുണ്ട്. ഗുണമെന്ന് പറയുന്നത് സിദ്ധ വെർച്യൂ എന്ന് പറയുന്നത് ദൈവം തന്നെ. യഥാർത്ഥ നന്മ, അൾട്ടിമേറ്റ് റിയാലിറ്റി, അതായത് നന്മയുടെ അൾട്ടിമേറ്റ് റിയാലിറ്റി, അതെന്ന് പറയുന്നത് ദൈവമാണ്. ആ ദൈവത്തെ അറിയണമെന്നുണ്ടെങ്കിൽ ദോഷം വിട്ടകന്നേ പറ്റത്തുള്ളൂ. ദോഷം എങ്ങനെ വിട്ടകലാൻ പറ്റും? എല്ലാവരും ചോദിക്കടാ, ഞാൻ ദോഷത്തെ കയറി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയാതെ നമ്മളെ പിന്തുടരുന്ന ഒരു വലിയ ദോഷമുണ്ട്. ചില സമയത്ത് പണ്ടുള്ളവർ പറയും, നമ്മുടെ ഭാരത പശ്ചാത്തലത്തിൽ പറയും, നിന്നെ എന്തോ പിന്തുടരുന്നുണ്ട്, എന്തോ ഒരു ദോഷം പിന്തുടരുന്നുണ്ട്, എന്തോ ഒരു ശാപമുണ്ട്. പണ്ട് ജ്യോത്സ്യന്മാരൊക്കെ പറയത്തില്ലേ, ഒരു കാല് കാണുന്നുണ്ടല്ലോ, എന്തോ ഒരു കാല് കാണുന്നുണ്ടല്ലോ, ഒരു രാഹുവിൻ്റെ അപഹാര്യം കാണുന്നുണ്ട്. അതായത് ഓരോ സമൂഹത്തിലും അതതിൻ്റേതായ വ്യാഖ്യാനമുണ്ട്. മനുഷ്യനെ പിന്തുടരുന്ന ചില ദോഷൈക മാർഗങ്ങൾ. നമ്മൾ ഈ ദോഷൈക ദൃക്കുകളെക്കുറിച്ചേ പറയത്തുള്ളൂ. നമുക്ക് ദോഷം ആരോപിക്കുന്നവരെക്കുറിച്ചോ അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നവരെക്കുറിച്ചോ നമ്മൾ പറയത്തുള്ളൂ. പക്ഷെ നമ്മളെ പിന്തുടരുന്ന ചില ദോഷങ്ങളുണ്ട്. അത് പല വ്യാഖ്യാനങ്ങളാണ് പലർക്കുമുള്ളത്. പലരും പറയും പാരമ്പര്യമായി, ഞങ്ങൾ പറയാറുണ്ട്, അയ്യോ പാരമ്പര്യമായ എന്തോ ഒരു ശാപം എന്നിലുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് 2-3 തലമുറയായിട്ട് ഇങ്ങനെ പിന്തുടരുകയാണ്. അതായത് ചിലപ്പോൾ ചില മരണങ്ങളായിരിക്കാം. ആ വീട്ടിൽ വല്യമ്മ വിധവയായിരുന്നു, അമ്മ വിധവയായിരുന്നു, ഇപ്പോൾ മരുമോളും വിധവയായി. അങ്ങനെയൊക്കെയുള്ള ചില കുടുംബങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അവർ പറയും, എന്തോ ഒരു ദോഷമുണ്ട്, ഈ ദോഷം അഴിക്കണം, എന്തോ ഒരു ശാപമുണ്ട്, ശാപം അഴിക്കണം, ശാപം മാറണം, അതിന് ഞാൻ എന്ത് ചെയ്യണം? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ പലരുണ്ട്. അപ്പോൾ പല മാർഗങ്ങൾ പല സമൂഹത്തിലുള്ളവർ പല വ്യാഖ്യാനങ്ങൾ കൊടുക്കാറുണ്ട്. നമ്മൾ അതിലേക്കൊന്നും പറയുന്നില്ല. ദോഷമെന്ന് പറയുന്നത് അത് മാത്രമല്ല, കുടുംബപരമായി പാരമ്പര്യമായി പിന്തുടരുന്ന ചില ദോഷങ്ങൾ, വ്യക്തിപരമായി പിന്തുടരുന്ന ചില ദോഷങ്ങൾ. അതുകൊണ്ട് തിരുവചനം പറയുന്നത്, മുറുകെ പറ്റുന്ന സകല പാപവും വിട്ടുകൊണ്ട് നിൻ്റെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. അതായത് മുറുകെ പറ്റുന്ന കുറേ പാപങ്ങളുണ്ട്, മുറുകെ പറ്റുന്ന ചില ദോഷങ്ങളുണ്ട്. അതുകൊണ്ട് ആ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. പ്രിയമുള്ളവർ, ഈ ദോഷത്തെ വിടാൻ എളുപ്പമൊന്നുമല്ല കേട്ടോ. ഈ തിന്മയെന്ന് പറയുന്നത് മനുഷ്യന് ഭയങ്കര രുചികരമാണ്. അത് ഭയങ്കര ശക്തിയായിട്ട് നിൽക്കും. നമ്മൾ കേട്ടിട്ടുള്ളൊരു കഥയുണ്ടല്ലോ,
പഴയകാലത്ത് വെള്ളത്തിലൂടെ ഒഴുകി വരുന്നത്, വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വരുന്നത് ചാടി പിടിക്കുവാൻ തക്കോണം തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അപ്പോൾ പലരും പല പാത്രങ്ങളായി, തടികളായി, വീട്ടു സാമാനങ്ങളായി ചാടി പിടിക്കുന്നുണ്ട്. അപ്പോൾ അതാ ഒരു സാധനം ഒഴുകി വരുന്നു, ഒരു കറുത്ത സാധനം, ഒരു കരിമ്പടം ഒഴുകി വരുന്നു. അപ്പോൾ ഉടനെ അത് കണ്ട ഒരാൾ പറഞ്ഞിട്ട് ആ കരിമ്പടമാണ് ഒഴുകി വരുന്നത്. ഇവൻ പെട്ടെന്ന് എടുത്ത് ചാടി അതിനെ കയറി പിടിച്ചു കഴിഞ്ഞപ്പോൾ ആ പിടിച്ചെടുത്ത സാധനം ഇവനെ അതിമുറുക്കത്തോടെ വീണ്ടും ഇങ്ങോട്ട് പിടിക്കുകയാണ്. കാരണം വിടുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വന്ന ഒരു കരടിയാണ്. പക്ഷേ അത് ഒഴുകി വരുന്നത് കണ്ടപ്പോൾ ഒരു കരിമ്പടമായിട്ട് ഇവന് തോന്നി. ഇങ്ങനെ നമ്മൾ കയറിപ്പോയി പിടിച്ചെടുക്കുന്ന ചില ബാധ്യതകളുണ്ട്. അതായത് ഓർത്തോണം, നമ്മൾ പറയത്തില്ല, ഏണി വെച്ച് കയറി പിടിക്കുന്ന ചില ബാധ്യതകളുണ്ട്. ഒരു കാര്യവുമില്ല എങ്കിലും നമ്മൾ ചില സമയത്ത് കയറി പിടിക്കുന്ന ചില ബാധ്യതകളുണ്ട്. ചില മനുഷ്യരുടെ മണ്ടയ്ക്ക് കയറി പിടിക്കും. ദൈവം നമുക്ക് അങ്ങെല്ലാം വിട്ടങ്ങ് പോകുക, പൊയ്ക്കോ, നീ ജീവിച്ചു പൊയ്ക്കോ, പ്രാർത്ഥിക്കത്തില്ല, ദൈവത്തെ വിളിക്കത്തില്ല, നന്മയൊന്നുമില്ല, എന്നാലും ആരുടെയൊക്കെയോ നന്മ കൊണ്ട് ദൈവം നിലനിർത്തി വിടുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവന് പിന്നെയും അഹങ്കാരം തോന്നുന്നത്. കാരണം ഇവനിങ്ങനെ പോകുന്ന ദൈവത്തിന് പോലും ഇഷ്ടമില്ലാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ ദൈവം ചിലർക്ക് കൊടുത്ത വാഗ്ദത്തമുണ്ട്. നിന്റെ തലമുറയെ ഞാൻ നശിപ്പിക്കത്തില്ല എന്ന് കൊടുത്ത വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം നിറവേറ്റുവാൻ വേണ്ടി ദൈവം കടിച്ചു പിടിച്ചിരിക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. നമ്മളോടും നമ്മുടെ ചില സഹോദരങ്ങളോടും ദൈവം കാണിക്കുന്ന കരുണ അതുപോലെ. കാരണം നമ്മളോടുള്ള സ്നേഹം മാത്രമല്ല, ദൈവത്തിനും സഹികെട്ടു, സമൂഹം നമ്മളെക്കൊണ്ട് സഹികെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ മുൻപോട്ട് പോയ ബാധ്യതയാണ്. അപ്പം നമ്മൾ എന്ത് കൊടുക്കുമെന്നറിയാമോ? സ്വയം നശിക്കാൻ ഏതെങ്കിലും ഒരുത്തൻ്റെ തലയിൽ പോയി കയറും. ഏതെങ്കിലും ഒരു ദൈവമനുഷ്യനെ കയറിപ്പോയി പിടിക്കും. അവനെക്കുറിച്ച് അതും ഇതും പറയും, വൃത്തികേടുകൾ പറയും, മോശമായിട്ട് പറഞ്ഞ് അവഹേളിക്കും, കള്ളത്തരങ്ങളും കഥകളും പറയും. അവനെ നശിപ്പിക്കാൻ ദൈവത്തിന് അതിൽ കൂടുതലൊരു കാരണം വേണ്ട. മറ്റുള്ളതൊക്കെ ദൈവം അങ്ങ് ക്ഷമിച്ചു വിടുകയാണ്. പിന്നെ മുടിയാനെ കൊണ്ടുപോകും. പ്രിയമുള്ളവരെ, നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾക്ക് മനസ്സിന് പല പ്രശ്നങ്ങളൊക്കെ വരും, ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വരും. എന്നാൽ ചിലതിൻ്റെ പിന്നാലെ നമ്മളൊരു പരുവത്തിൽ കൂടുതൽ പോകരുത് കേട്ടോ. അവിടെ കൊണ്ട് നിർത്തിക്കോണം, അവിടെ കൊണ്ട് വെറുതെ വിട്ടോണം. ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കർത്താവ് ഉണ്ണിയേശു ജനിച്ചു കഴിഞ്ഞപ്പോൾ ഹെരോദാവ് ഈ കുഞ്ഞിനെ കൊല്ലാൻ ആഗ്രഹിച്ചു. വിദ്വാൻമാരിൽ നിന്നറിഞ്ഞു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു, അപ്പം നിങ്ങൾ പോയി നമസ്കരിച്ചിട്ട് വാ, ഞാൻ ചെന്ന് നമസ്കരിക്കാം. ആ കുഞ്ഞിനെ കൊന്നുകളയാൻ അവൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ വിദ്വാൻമാർ വേറെ വഴിയായിപ്പോയി. അപ്പോൾ വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് അവന് തോന്നി. അവനങ്ങ് തോന്നുക, വിദ്വാൻമാർ കളിയാക്കി, അതുകൊണ്ടല്ലേ വന്ന് പറയാത്തത്. കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി അവൻ നോക്കുന്നത്. തൻ്റെ രാജ്യത്തിന് വെല്ലുവിളിയാകുമോ, തലമുറയ്ക്ക് വെല്ലുവിളിയാകുമോ എന്ന് അവൻ ചിന്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഉടനെ അവർ പോയി, അവൻ വീണ്ടും ചെയ്തത് 2 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെ കൊന്നുകളയാൻ ആജ്ഞ കൊടുക്കുകയാണ്. അന്നൊരു വലിയ ശിശുഹത്യയാണ് നടന്നത് ഹെരോദാവിൻ്റെ കാലഘട്ടത്തിൽ, യഹൂദിയയിൽ. കുഞ്ഞുങ്ങളെ പിടിച്ച് തറയിലടിച്ചു കൊന്നു. മുല കുടിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളെ പിടിച്ച് തീക്കകത്തിട്ട് കത്തിച്ചു കളഞ്ഞു. കടലിലും ജലാശയത്തിലും ഒഴുക്കിക്കളഞ്ഞു. അങ്ങനെ ഗുരുതരമായൊരു അക്രമമാണ് നടത്തിയത്. അതുകൊണ്ടും തീരുന്നില്ല അവൻ്റെ പ്രതികാരം. പാവം പിടിച്ച ജോസഫും മറിയയും 2 പേരും കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടുക. ആ പാവം പിടിച്ച പ്രായമുള്ള ഒരു പിതാവിനെയും വളരെ പ്രായം കുറഞ്ഞ ആ പെൺകുട്ടിയെയും ഈ കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടി പടയാളികളെ അയക്കുക. അവർ പാവം പിടിച്ചവർ മരുഭൂമിയിലൂടെ, വനാന്തർ ഭാഗത്തിലൂടെ ചൂടും തണുപ്പും ഒക്കെ സഹിച്ച് ഗുഹകളിൽ കയറി യാത്ര ചെയ്ത് മിസ്രൈമിലേക്ക് പോകുക. എന്നിട്ടും പടയാളികളെ പുറകെ വിട്ട് കൊല്ലാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ക്രൂരത, ദോഷം എത്രമാത്രമാണെന്ന് ഓർത്തോണം. നശിപ്പിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് സംഭവിച്ചത് മറ്റൊന്നുമല്ല, അധികം താമസിയാതെ ഹെരോദാവിനെ ദൈവം അവൻ്റെ ആയുസ്സിനെ എടുക്കുകയാണ്. എന്ന് പറഞ്ഞത് ഹെരോദാവ് മരണപ്പെട്ടു പോയി. എങ്ങനെ മരിച്ചു എന്ന് പറയുന്നില്ല, അവൻ മരിച്ചുപോയി. അവൻ്റെ മകൻ അവന് പകരം രാജാവായി എന്നാണ് പിന്നീട് കേൾക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു പരിധിയിൽ കൂടുതൽ ദോഷവുമായി നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ, യാത്ര ചെയ്യുകയാണെങ്കിൽ ദൈവം നമ്മളെ നിലനിർത്തത്തില്ല. അത് പേടിയോടെ ഓർത്തോണം. അതുകൊണ്ട് നീ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. ദോഷത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിലും, ഒത്തിരി തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും, ഇനിയെങ്കിലും ഇതൊന്ന് വിട്ടു മാറണം. ഇനി മുൻപോട്ട് പോയാൽ സഹിക്കാൻ തക്കവണ്ണം പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓർത്തോണം, ചില മനുഷ്യരൊക്കെ ഒത്തിരി ബലഹീനതകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് അവർ പിന്മാറും. അവർ പിന്നെ ഒന്നിനും പോകത്തില്ല. അവർക്ക് പ്രതികാരം കാണത്തില്ല, അവർക്ക് വഞ്ചനകൾ കാണത്തില്ല, ദോഷം ചെയ്യത്തില്ല. അവർ പ്രാർത്ഥിച്ചും ദൈവത്തെ വിളിച്ചും ദൈവനാമ മഹത്വത്തോടെ അവർ ജീവിച്ചു പോകും. അവർ ചെയ്തിട്ടുള്ള പഴയ കാര്യങ്ങളൊക്കെ ദൈവം മറക്കും. യെശയ്യാ 32, 32, 33 വായിക്കുന്നത് പോലെ സാഹസം പ്രവർത്തിക്കുന്ന മനുഷ്യന് അത് നിർത്തുമ്പോൾ അവന് ഭാഗ്യമാണ്.
ചിലപ്പോൾ അതിനുശേഷം ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അവനതിനെ ബുദ്ധിമുട്ടായിട്ട് എടുക്കത്തില്ല. ചില മനുഷ്യർ കൊണ്ട് ഒരിക്കലും ഈ ഫറവോനെ പോലെ ഹൃദയം കടുപ്പിച്ചവരുണ്ട്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ആയിരുന്ന സമയത്തും ഫറവോൻ്റെ അടിമത്തത്തിലായിരുന്നപ്പോഴും അത് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇസ്രായേൽ മക്കളെ ഒരുപാട് പീഡിപ്പിച്ചു ഫറവോ രാജാവ്. അവസാനം ദൈവം തൻ്റെ ദാസനായി മോശയെ അയച്ച് ഫറവോനോട് പറയുകയാണ്, ഈ ജനത്തെ നീ വിട്ടേക്ക്, ഇത്രയും നാൾ പീഡിപ്പിച്ചത് മതി, അവരുടെ നിലവിളി ഞാൻ കേട്ടു 2 തവണ റിപ്പീറ്റ് ചെയ്താ പറയുന്നത്. മോശയോട് പറയുന്നത്, നീ ചെല്ലണം, എത്രയും പെട്ടെന്ന് ചെല്ല്, അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് വരണം. അപ്പം ഫറവോനെ തയ്യാറാകുന്നില്ല. അതാണ് 10 ബാധകൾ വരുന്നത്. നദി രക്തമായി തീർന്നത് തൊട്ട് ഒന്നിനു പിറകെ ഒന്നായിട്ട് പീഡകൾ, ബാധകൾ വരികയാണ്. അവസാനം സ്വന്തം കുടുംബത്തിലെ ആദ്യജാതനെ കൊന്നൊടുക്കിയപ്പോൾ ഫറവോ ഭയന്നു. ഫറവോയെ കൊന്നില്ല, ഫറവോൻ്റെ മൂത്ത ആദ്യജാതൻ എന്ന് വെച്ചാൽ അടുത്ത രാജാവിനെ, ക്രൗണിംഗ് പ്രിൻസിനെ കൊന്നുകളഞ്ഞു. സംഹാരദൂതൻ കൊന്നുകളഞ്ഞു. അപ്പോൾ ഇവൻ പേടിച്ച് ഇസ്രായേൽ മക്കളെ വിട്ടുകൊടുത്തിട്ടും അവൻ പിൻവലിയുന്നില്ല. അവർ പോയി കഴിഞ്ഞിട്ടും തൻ്റെ പടയാളികളുമായിട്ട് ആ പാവം പിടിച്ചവരുടെ പിന്നാലെ പോകുകയാണ്. അങ്ങനെ ചെങ്കടലിൻ്റെ തീരത്തെത്തി. അവർ പ്രാർത്ഥിച്ചു, ദൈവമേ എന്ത് ചെയ്യണം? മുൻപിൽ ചെങ്കടൽ, പിന്നിൽ ഫറവോൻ്റെ സൈന്യം, എന്തോ ചെയ്യണം? നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതുപോലെ നീയെ ആ നദിയെ അടിക്ക്, നിൻ്റെ വടി കൊണ്ട് അടിക്കാൻ പറഞ്ഞു. വടി കൊണ്ടടിച്ച് 2ആയിട്ട് പിളർന്നു. ജനം അക്കരയ്ക്ക് പോവുക. ആ തെളിഞ്ഞ പാതയിലൂടെ, കടലിൻ്റെ നടുവിലൂടെ ഫറവോനും സൈന്യവും പോകാൻ പോയപ്പോൾ എല്ലാത്തിനെയും മുക്കിക്കൊന്നു. ദൈവത്തിന് യഥാർത്ഥത്തിൽ ഫറവോയെ കൊല്ലാൻ തക്കവണ്ണം ഒരു താല്പര്യവുമില്ലായിരുന്നു. അല്ലെങ്കിൽ ആദ്യം തന്നെ വേണമെങ്കിൽ അവനെ കൊല്ലാമായിരുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൈന്യത്തെ അയച്ച് അവനെ തോൽപ്പിക്കാമായിരുന്നു. ദൈവം ആഗ്രഹിച്ചതേ അല്ല, അവൻ വാങ്ങിച്ചു കെട്ടുകയാണ്. ആ മരണം വാങ്ങിച്ചു കെട്ടുകയാണ്, ആ നാശം വാങ്ങിച്ചു കെട്ടുകയാണ്. 10 ബാധകൾ നൽകിയപ്പോൾ പോലും ദൈവം ഫറവോനെ രക്ഷപ്പെടുത്തി വിട്ടെങ്കിൽ പിന്നെയും ഉപദ്രവിക്കുവാൻ തക്കവണ്ണം പുറകെ പോയാൽ ദൈവം വിടുമോ? അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ പറഞ്ഞത്, ദോഷം വിട്ടകന്ന് ഗുണം ചെയ്തോണം. അത് നിങ്ങളുടെ കാര്യം മാത്രമല്ല, ഞാനിവിടെ ചിന്തിക്കുന്നതാണ്. പ്രതികാരമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിക്കോണം, എഴുതി തള്ളിക്കോണം, പോട്ട്, അതൊക്കെ കാര്യമില്ല. നിസ്സാരവൽക്കരണത്തോടെ അങ്ങ് വിട്ടേക്കുക, പോട്ട്. നമ്മളെ ചതിച്ചിട്ടുള്ളവരുണ്ടോ? വിട്ടേര്, പോട്ട്, കുഴപ്പമില്ല, എങ്ങനെങ്കിലും പോയി ജീവിച്ചോട്ട്. എൻ്റെ ദൈവമേ, എൻ്റെ വാ കൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ എനിക്ക് ഉപദ്രവം വരുത്തുന്ന ഒരുത്തനും ദോഷമുണ്ടാകരുതേ. എന്നെ വേദനിപ്പിച്ചതുകൊണ്ട്, എനിക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞതുകൊണ്ട്, എന്നെ ദുഷിച്ചതുകൊണ്ട് ഒരുവനും നശിച്ചു പോകരുതേ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതാണ്. കാരണം മറ്റുള്ളവർ രക്ഷപ്പെട്ട് കിടക്കുന്നതാണ് നല്ലത്. കാരണം ഒരുവൻ നശിച്ചു കിടന്നു കഴിഞ്ഞാൽ അത് നാളെ എനിക്കൊരു ബാധ്യതയും കൂടിയാണെന്നറിയാം. അവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുമല്ലെങ്കിൽ അവൻ സന്തോഷത്തോടെ ജീവിക്കുകയാണ്, സമാധാനത്തോടെ ജീവിക്കുക. അവന് വേണ്ടി ഞാൻ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. എൻ്റെ പ്രിയപ്പെട്ടവനോ എന്നെ ഉപദ്രവിക്കുന്നവനോ നാശത്തിൻ്റെ പാതയിൽ കിടക്കുകയാണെങ്കിൽ വീണ്ടും ഞാൻ കണ്ണുനീരൊഴുക്കേണ്ടി വരും. അതുകൊണ്ട് പോകട്ടെ, രക്ഷപ്പെട്ടു പോകട്ടെ, എവിടെങ്കിലും പോകട്ടെ, തലമുറകളെക്കുറിച്ച് നല്ലത് കേൾക്കുവാനിടയാകട്ടെ. അത് നമ്മൾ തന്നെ ചിന്തിച്ചോണം. നമ്മൾക്കൊക്കെ പ്രതികാരം ദൈവത്തിനുള്ളതാണ്. ഞാൻ 2 തവണ കേട്ടിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ടുണ്ട്. പ്രതികാരം എനിക്കുള്ളത് ഞാൻ 2 തവണ കേട്ടിരിക്കുന്നു. നമ്മളിതിൻ്റെയൊക്കെ പിന്നാലെ പോയാൽ കുറഞ്ഞു പോകും പ്രിയമുള്ളവരെ, അത് കുറഞ്ഞും പോകും. കാരണം അതുകൊണ്ട് ആരും നഷ്ടപ്പെട്ടു പോകാതെ കർത്താവിൻ്റെ ക്രൂശിൻ്റെ മുൻപിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു തലമുണ്ടാകണം. ഇതുവരെയൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മറക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലയോ സഹോദര സഹോദരി, നീ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യണം. വീണ്ടും പറയുകയാണ്, സമാധാനം അന്വേഷിച്ച് പിന്തുടരണം. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക എന്ന് വെച്ചാൽ സമാധാനം നിന്നെ തേടി വരണമെന്ന് നിർബന്ധമില്ല. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് ദൈവദൂതന്മാർ പാടിയിട്ടുണ്ട്. ഇടയന്മാരോട് പാടി കേൾപ്പിച്ചു. അതതിൻ്റെ ഒരു ഭാഗമാണ്. സമാധാനം നിന്നെ തേടി വരണമെന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, സമാധാനം അന്വേഷിച്ച് പിന്തുടരണം. ചിലരെപ്പോഴും പറയും, ഒരു സമാധാനവുമില്ല. വീട്ടിൽ ചെന്നാൽ സമാധാനമില്ല, ജോലിസ്ഥലത്ത് പോയാൽ സമാധാനമില്ല, കൂട്ടുകാരുടെ അടുക്ക സമാധാനമില്ല, ഇനി പത്രം വായിക്കാനെടുത്താൽ അവിടെ സമാധാനമില്ല, പോട്ട് TV കാണാനെടുത്താൽ അവിടെയും അസമാധാനം, കൊള്ളിവെപ്പും കൊലപാതകങ്ങളും ഒക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ സമാധാനമില്ല. നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, ഒരു സമാധാനവുമില്ല. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല കഷ്ടനഷ്ടങ്ങൾ വന്നിടുന്നേ, ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കീഹെ ഒരുങ്ങിടാം. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കീഹെ
ഒരുങ്ങിടാം. അതെ, സ്വസ്ഥത മനുഷ്യർക്കില്ല ഇന്ന്. സമാധാനം കിട്ടണമെങ്കിൽ സമാധാനം അന്വേഷിക്കണം. എവിടെ സമാധാനം കിട്ടുമെന്ന് നോക്കണം. യഥാർത്ഥത്തിൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത് പോലെ ഞാൻ വന്നിരിക്കുന്നത് ലോകത്തിൽ സമാധാനം ഉണ്ടാക്കുവാനല്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സമാധാനം ഉണ്ടാക്കുവാനല്ല എന്ന് പറയുന്നത് സമാധാനം നശിപ്പിക്കുവാൻ എന്നല്ല, മറിച്ച് അതിനേക്കാളുമൊക്കെ ഉപരിയായിട്ട് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ദൈവം ഒരു കാര്യം ഉറപ്പിച്ചു പറയുകയാണ്. നീ മറ്റൊരുത്തൻ്റെ സന്തോഷം കളഞ്ഞ് നീ സമാധാനം കണ്ടെത്തിയാൽ, ദൈവത്തിന് കൊടുക്കേണ്ട സമയത്തിന് പകരം മറ്റ് സന്തോഷം കണ്ടെത്തിയാൽ, സ്വാർത്ഥതയിൽ സമാധാനം കണ്ടെത്തിയാൽ, നിൻ്റെ കാര്യങ്ങളുടെ പിന്നാലെ മാത്രം പോയാൽ, നിൻ്റെ ജീവിത പങ്കാളിയുടെയും മക്കളുടെയും പിന്നാലെ മാത്രം പോയാൽ, അവരൊക്കെ തന്നെ നിൻ്റെ സമാധാനം കളയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിക്കുന്ന സമയത്ത് ചെയ്യാവുന്ന നന്മകളൊക്കെ ചെയ്യണം. ഇതുകൊണ്ടാണ് പറയുന്നത് സമാധാനം അന്വേഷിക്കണം. അതായത് ഒരു ശ്രേഷ്ഠമായ ഒരു എൻക്വയറി, ഒരു ഗ്രേറ്റ് എൻക്വയറി ഫോർ പീസ് ആൻഡ് കാംനെസ്, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതായത് ഒരു നല്ലൊരു അന്വേഷണം. എങ്ങനെ സമാധാനത്തെക്കുറിച്ചുള്ള അന്വേഷണം? ഇന്ന് പല രീതിയിലുള്ള അന്വേഷണമുണ്ട്. ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണമുണ്ട്, ജീവിത പങ്കാളിക്ക് വേണ്ടിയുള്ള അന്വേഷണമുണ്ട്, നല്ല വസ്തുവകകൾ വാങ്ങാനുള്ള അന്വേഷണമുണ്ട്. നമ്മളൊക്കെ അതായത് ഓർത്തോണം, ഭയങ്കരമായിട്ട് സെർച്ച് ചെയ്യാൻ അറിയാവുന്നവരാണ് നമ്മൾ. ഓൺലൈൻ സെർച്ചിങ്ങിന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു മെഡിസിൻ വാങ്ങാൻ തുടങ്ങുന്നു. അപ്പോൾ ഉടനെ അതിൻ്റെ അകത്ത് കാണും ഇതേ മെറ്റീരിയൽ തന്നെയുള്ള സാധനമാണ് 50% കുറവുണ്ട്. നമ്മളറിയാതെ അതിൻ്റെ പിന്നാലെ പോകും. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സാധനം ഫ്ലിപ്കാർട്ടായിട്ട് ആമസോണായിട്ട് വാങ്ങിക്കാൻ എടുക്കുകയാണ്. ആ സാധനം ഇങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ സെർച്ച് ചെയ്യും. അപ്പോൾ ഒരു സാധനം എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഒരു 100 അതിനുപരിയായ വേറെ സാധനങ്ങൾ നമ്മളെ കാണിച്ചു തരും. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നാലെ പോകും. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് പോയി കഴിയുമ്പോഴത്തേക്ക് ആ ആപ്പ് തന്നെ നമ്മളോട് ചോദിക്കും, നിങ്ങൾ ഏകദേശം എല്ലാം കോട്ട് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞു, ഇനി വേറെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ, വേറെ വേണോ? അവരൊരു എൻക്വയറി ഇങ്ങോട്ട് നടത്തും. നമ്മളുടെ എൻക്വയറി കണ്ട് ആ ആപ്പ് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ? അതായത് നമ്മൾ മടുത്തോ എന്നുള്ളൊരു അന്വേഷണമാണ്. നിങ്ങൾ മടുക്കുന്നില്ല, നിങ്ങൾക്ക് വേറെ കണ്ടെത്താനുണ്ട്, ഇതിൻ്റെ പാരലായിട്ടുള്ളത് വേറെ ഉണ്ട്, നല്ലതായിട്ടുള്ളത് വേറെ ഉണ്ട്, ഇന്ന കമ്പനിയുടേതായിട്ടുള്ളതുണ്ട്, അല്ലെങ്കിൽ ഇത്ര പേര് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടുള്ളതുണ്ട്, നല്ല കമൻറ്റബിൾ പ്രോഡക്ട്സ് വേറെ ഉണ്ട്. ഇതെല്ലാം കാണിച്ചു തരും. അതായത് കേവലം ഒരു ഓൺലൈൻ പർച്ചേസിന് നമ്മൾ പോകുമ്പോൾ ആ ആപ്പ് നമുക്ക് തരുന്ന ചില ഓപ്ഷൻസ് ആയത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ ഓർക്കണം, സമാധാനം അന്വേഷിക്കണം. സമാധാനം നമ്മൾ ഈ പറയുന്നത് പോലെ സമ്പന്നൻ്റെ ഭവനത്തിൽ കണ്ടെന്ന് വരത്തില്ല, പ്രതാപിയുടെ ഭവനത്തിൽ കണ്ടെന്ന് വരത്തില്ല. ഓക്കെ, സമാധാനമുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളൊരു വലിയൊരു കോടീശ്വരൻ്റെ വീട്ടിൽ ചെല്ലുക. ചിലപ്പം പരസ്പരം മിണ്ടാതെ 2 മുറി കിടക്കുന്ന ഭാര്യാഭർത്താവിനെ ആയിരിക്കും നമ്മൾ കാണുന്നത്. സമാധാനമുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഒരു വലിയ ഒരു ആത്മീക പിതാവിനെ തേടി ചെല്ലുക. ചിലപ്പോൾ അദ്ദേഹത്തിന് സമാധാനം നൽകാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. അങ്ങനെ പ്രതാപികൾക്കോ ഉന്നതന്മാർക്കോ ഒന്നും കിട്ടിയെന്ന് വരത്തില്ല. ചിലപ്പോൾ നമ്മൾ റോഡിലൂടെ പോകുകയാണ്, അവിടെ ചെല്ലുമ്പോഴുണ്ട് ചില പാവം പിടിച്ചവർ, പാറപണിക്കാർ, റോഡ് പണിക്കാർ. അവർ ഭയങ്കര തമാശയും ചിരിയും പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യുന്നുണ്ട്. അലറി വിളിച്ചുകൊണ്ട് ഘോഷങ്ങളും മുഴക്കിക്കൊണ്ട് ലോഡ് കയറ്റുന്നുണ്ട്. എന്നാൽ അതിനു പകരം നേരെ നമ്മൾ ഒന്ന് നോക്കിക്കോ, ഒരു വൈറ്റ് കോളർ ജോലി ചെയ്യുന്നവരടുത്ത് കയറി ചെല്ലുന്നു, ഒരു കളക്ടറേറ്റ് ചെന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഓഫീസിൽ കയറി ചെന്നു, നമ്മളെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. ചില ഓഫീസുകളിലൊക്കെ ചെന്നാൽ ഇവർക്കൊക്കെ ജീവനുണ്ടോ എന്ന് തോന്നിപ്പോവും, ജീവനുണ്ടോ എന്ന് സംശയമാണ്, മൈൻഡ് ചെയ്യത്തില്ല. മുമ്പിൽ ചെന്ന് നിൽക്കുന്ന ആളുകൾ അവർ ജീവനുള്ളവരാ വന്നേക്കുന്നു എന്ന് പോലും ഒന്ന് തിരിഞ്ഞു നോക്കത്തില്ല. അവർ തമ്മിൽ ചിലപ്പോൾ സംസാരിച്ചെന്നിരിക്കും. ചെല്ലുന്നവരോട് പരിഗണന കൊടുക്കാത്ത ചില തലങ്ങളുണ്ട്. അതുകൊണ്ട് ഈ സമാധാനം അന്വേഷിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ഘടകം. അതിൻ്റെ പുറകെ നടക്കണം. എവിടെയാ സമാധാനമുള്ളത്? ചിലപ്പോൾ ഒന്നുമില്ലാത്തവർക്ക് വലിയ സന്തോഷവും സമാധാനവുമായിരിക്കും പ്രിയമുള്ളവരെ. അവൻ്റെ വീട് ചെറുതാണെങ്കിലും അവന് സന്തോഷമുണ്ട്, അവന് സമാധാനമുണ്ട്. സമാധാനവും സന്തോഷവും ചേർന്ന് കിടക്കുന്ന കാര്യമാണ്. സ്ലോമോ ശൈനോ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സുറിയാനി വാക്കുകൾ പറയുന്നത്, സമാധാനവും ശാന്തിയും. അതുകൊണ്ടാണ് നമ്മൾ സുറിയാനി ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയിലുണ്ട്, ഉളവാകാ സ്തുതി ദൈവത്തിന് വാനിൽ, ഈ ഭൂമിയിൽ ശാന്തിയും സമാധാനവും പുലരണം. അതൊരു വലിയ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. വീണ്ടും ആ വാക്യം ഒന്നുകൂടി പറയട്ടെ, സമാധാനം അന്വേഷിക്കണം, അതിനെ പിന്തുടരണം, സമാധാനവാഹികളാകണം.
എല്ലാവരെയും കൊണ്ടും സമാധാനം പുലർത്താൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, നമുക്ക് കുടുംബങ്ങളിൽ സമാധാനമുണ്ടാക്കാം. ചില സമയത്തൊന്നും മിണ്ടാതിരുന്നാൽ മതി, എല്ലാറ്റിനോടും പ്രതികരിക്കാതിരുന്നാൽ മതി, അവിടെ സമാധാനം ഉണ്ടാകും. ഭാര്യ ഭർത്താവിനോട് ഫോണടിക്കുമ്പോൾ ഭാര്യയ്ക്ക് ഇരട്ടിപ്പണി ചെയ്തുകൊണ്ടിരിക്കുക. തിണ്ണയ്ക്ക് ഭർത്താവിരുന്ന് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുക, അയാൾ ഫോൺ എടുക്കത്തില്ല. ചിലപ്പോൾ ഭാര്യ പൊട്ടിത്തെറിച്ച് പറയും, നിങ്ങൾക്ക് ചെവി കേട്ടുകൂടെ മനുഷ്യ, ആ ഫോണൊന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യെ മുടിഞ്ഞു പോകുമോ? അവനൊട്ടും എടുക്കത്തില്ല. ചിലപ്പോൾ അതേസമയം അതിനു പകരം ശാന്തമായി സൗമ്യമായി ചേട്ടാ ഫോണൊന്ന് എടുത്തേ, അച്ഛാ ഫോണൊന്ന് എടുത്തേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയാതെ എടുത്തു പോകും. ഫോൺ എടുക്കുക മാത്രമല്ല, എന്താ ഫോണിൽ കൂടെ പറഞ്ഞെന്നുള്ളതും പറഞ്ഞെന്ന് വരും. മക്കളുടെ അടുക്കൽ ഒരു സമാധാനം നമ്മൾ സൃഷ്ടിക്കണം, നമ്മൾ സമാധാനം കൊടുക്കണം. കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്തു വരുന്ന ജീവിത പങ്കാളിയോട്, അതാണോ പെണ്ണോ ആയിക്കൊള്ളട്ടെ, പഠിക്കാൻ പോയിട്ട് വരുന്ന കുഞ്ഞുങ്ങളോട്, കയറി വരുമ്പോഴത്തേക്ക് ചാടിത്തുള്ളുന്ന മാതാപിതാക്കളാണെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടുന്നത് കൊണ്ട് പ്രയോജനമില്ല. ചിലപ്പോൾ ഡ്രസ്സിലൊക്കെ ഇച്ചിരി ചെളിയൊക്കെ കാണും. ആ ചെളിയൊക്കെ കണ്ടുകൊണ്ട് എവിടെ നീ പൂട്ടാൻ പോയിട്ട് കയറി വരിക, ഇവിടെ ആരിയ്ക്കുന്നു കഴുകാൻ? ഒരൊറ്റ ചോദ്യം മതി അന്നത്തെ സമാധാനം പോകാൻ. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഇന്ന് പ്രത്യേകിച്ച് സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു കേന്ദ്രമാണ് ഭക്ഷണമേശകൾ. പണ്ട് വലിയ സന്തോഷമായിരുന്നു. തിന്നാനിരിക്കുമ്പോഴാണ് ചിലപ്പോൾ മോന് ജോലിയൊന്നും ആയി കാണത്തില്ല, അവൻ ജോലിക്ക് വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ട്. മോൻ തിന്നാനിരിക്കുമ്പോഴായിരിക്കും അപ്പം വിളിച്ച് കൂവുന്നത്, വെറുതെ ഇരുന്ന് ഞണ്ണിക്കോ നീ, വെറുതെ ഇരുന്ന് തിന്നോ നീ, വെറുതെ വാക്കുകളൊക്കെയാണ് പറയുന്നത്. അതോടെ പോയി സമാധാനം. അവൻ പാത്രം തട്ടിയിട്ടിട്ട് ഇറങ്ങിപ്പോകുന്നു. അതോടെ ആ അപ്പൻ്റെ അമ്മയുടെ സമാധാനം പോയി. ചിലപ്പോൾ ഫോൺ വിളിക്കുന്നു. വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഭർത്താവ് നാട്ടിലോട്ട് ഭാര്യയെ വിളിക്കുന്നു. അവന് ശമ്പളവും കിട്ടിയിട്ടില്ല, ശരിയായിട്ട് ഭക്ഷണവും കഴിച്ചിട്ടില്ല. അവൻ ഫോൺ വിളിക്കുമ്പോൾ ഭാര്യ ഇവിടുന്ന് വന്ന്, അച്ഛാ പൈസ ഇതുവരെ കിട്ടിയില്ല. അത് നോർമലായിട്ടുള്ളൊരു അന്വേഷണം. ഇന്നിന്ന കാര്യങ്ങൾ വേണം. ആ മനുഷ്യനെ കുറ്റപ്പെടുത്തുകയും കൂടി ചെയ്താൽ ആകെ പ്രശ്നം. നിസ്സാര കാര്യങ്ങളെക്കുറിച്ച് വഴക്കുണ്ടാക്കിയാൽ അവിടെ സമാധാനം പോയി. അതുകൊണ്ടാണ് പറയുന്നത്, സമാധാനം അന്വേഷിച്ച് പിന്തുടരണം. സമാധാനത്തിന് വേണ്ടിയുള്ള യാത്ര. പണ്ടൊക്കെ പറയും, സമാധാനത്തിന് വേൾഡ് പീസിന് വേണ്ടിയുള്ള വേൾഡ് പീസ് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിലുള്ള യാത്രകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും പോയി സമാധാനം ഉണ്ടാക്കണം, പീസ് വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തുവാണേലും നമുക്ക് പീസ് വേണം. പീസ് ഇല്ലെങ്കിൽ പീസായി പോകുമെന്ന് ഓർത്തോണം, ഹൃദയംഗമായിട്ട് ചിന്തിച്ചോണം. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും ആ സമാധാനത്തിൻ്റെ സന്ദേശത്തിന് വേണ്ടി നമുക്ക് പിന്തുടരുക. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് വെച്ചിട്ട് പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്ന് പറഞ്ഞ കർത്താവുണ്ട്. അപ്പോൾ സമാധാനം അന്വേഷിച്ച് പിന്തുടരുന്നത് കർത്താവിൻ്റെ വഴിത്താരയിലൂടെയുള്ളൊരു യാത്രയാണ്, അവനെ നോക്കിയുള്ളൊരു യാത്രയാണ്, അവനെ പിന്തുടരുന്ന യാത്രയാണ്. വീണ്ടും പറയുകയാണ്, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. നീതിമാന്മാരുടെ മേൽ യഹോവ കണ്ണ് തുറന്നിട്ടുണ്ട്, അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. അങ്ങനെ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു, നീതിമാന്മാരെക്കുറിച്ച് പറഞ്ഞു. നീതിമാന്മാരുടെ ലൈഫ് റിസ്കി ലൈഫാണ്. നീതിക്ക് വേണ്ടി ഒത്തിരി വെമ്പുന്നവരാണ് നീതിമാൻ എന്ന് പറയുന്നത്. നീതി ചെയ്യുന്നവനാണ്, പഠിപ്പിക്കുന്നവൻ മാത്രമല്ല, നീതി ചെയ്യുന്നവനാണ്, നീതിയിൽ വളരുന്നവനാണ്, തീഷ്ണതയോടുകൂടി പ്രവർത്തിക്കുന്നവനാണ്. അങ്ങനെയുള്ളവരുടെ മേൽ ദൈവത്തിൻ്റെ കണ്ണുണ്ട്, ദൈവത്തിൻ്റെ ഒരു നോട്ടമുണ്ട്. നീതി അറിഞ്ഞ്, നീതി പിന്തുടർന്ന്, നീതിയെ പ്രാപിക്കുവാനും സംവേദിപ്പിക്കുവാനും നമ്മൾ ശ്രമിക്കണം. നമ്മൾ പലപ്പോഴും ഓർത്തോണം, നീതിമാന്മാരുടെ മേലുള്ള ദൈവത്തിൻ്റെ കണ്ണ് എങ്ങനെയുള്ളതാണ്. ആ ദൃഷ്ടി വലുതാണ് പ്രിയമുള്ളവരെ. പ്രത്യേകിച്ച് നമ്മൾ ഓർത്തോണം, സന്മാർഗത്തിൻ്റെ പാതയിൽ നിന്ന് നീ യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടു പോയാലും ആ പരാജയം വിജയമാണെന്ന് പറയുമെന്ന കവിവാക്യം പോലെ നീതിമാൻ്റെ മേലുള്ള യഹോവയുടെ കണ്ണ്. പ്രിയമുള്ളവരെ, ചിലപ്പോഴൊക്കെ നമ്മൾ തന്നെ പ്രാർത്ഥനയോട് ഓർത്തോണം, ദൈവമേ നിൻ്റെ ദൃഷ്ടി എൻ്റെ മേലുണ്ടാകണം, നിൻ്റെ നോട്ടം ഉണ്ടാകണം, കരുതലുണ്ടാകണം. പക്ഷേ നീതി ചെയ്യാനൊക്കെ മറന്നുപോയി. അത് സങ്കീർത്തനക്കാരൻ 2 ഓപ്ഷൻ വിട്ടേക്കുക. നീതിമാന്മാരുടെ മേൽ യഹോവയുടെ കണ്ണുണ്ട്, അവരുടെ നിലവിളിക്ക് അവൻ്റെ ചെവിയുണ്ട്. ഞാനും നിങ്ങൾ നീതി ചെയ്യാൻ മറന്നുപോയെങ്കിൽ, നന്മ ചെയ്യാൻ മറന്നുപോയെങ്കിൽ, നീതി കെട്ടവരാണെങ്കിൽ, കുറവുള്ളവരും ബലഹീനരുമാണെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, ദൈവമേ നിൻ്റെ നീതിയിലേക്ക് തിരിച്ചു വരുത്തണം, ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യണം, സമാധാനം അന്വേഷിച്ച് പിന്തുടരണം.
അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുന്നത്, ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നമ്മൾ ആ ദുഷ്പ്രവർത്തിക്കാരുടെ കൂട്ടത്തിലാകരുത്. നിങ്ങളും ഞാനുമൊക്കെ ജീവിച്ചു എന്ന് കുറേ പേരെങ്കിലും അറിയട്ടെ. നമ്മളൊത്തിരി മിടുക്കന്മാരായതുകൊണ്ട് തലമുറ നമ്മളെ ഓർക്കണമെന്നൊന്നുമില്ല. മരിച്ച് മാസങ്ങൾക്കകം നമ്മളെ മറന്നുപോകും. നമ്മളുടെ വസ്തുവകകൾ നേടിയെടുത്തു, തുണിയൊക്കെ കത്തിച്ച് കളയുകയോ എവിടെയെങ്കിലും കളയുകയോ ചെയ്യും. ഒരു ഫോട്ടോ പോലും ചിലപ്പോൾ കാണത്തില്ല. നമ്മളെന്ന് പറയുന്ന വ്യക്തികൾ ജീവിച്ചിരുന്നു എന്ന് പോലും അറിയത്തില്ല. എന്നാൽ സമൂഹത്തിന് നന്മയൊക്കെ ചെയ്യുകയാണെങ്കിൽ, ചെയ്യാവുന്ന പിന്തുണ കൊടുത്താൽ ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ നമ്മൾ ജീവിക്കും. അതുകൊണ്ട് ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാരായി മാറി ചിലരുടെ മനസ്സിലൊക്കെ നമ്മൾ ജീവിക്കണം. ഇന്നും ചിലരൊക്കെ നമ്മളുടെ മനസ്സിൽ ജീവിക്കുന്നുണ്ട്. നമ്മളെ സ്നേഹിച്ചവരും കരുതിയവരും പ്രാർത്ഥിച്ചവരുമൊക്കെ. നമ്മൾ ചിലപ്പോൾ പണം കൊടുത്തുകൊണ്ട് സ്നേഹം ഓർമ്മയൊന്നും നിലനിൽക്കത്തില്ല. നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ ഇട്ടിട്ട് പോകും. അനേകം വെള്ളോടി കമ്പനിയുണ്ട്, അനേകം രാഷ്ട്രീയ കമ്പനികളുണ്ട്. അവരുടെയൊക്കെ പോക്കോടുകൂടി തലമുറകൾക്ക് പോലും അവരെ വേണ്ട. കൂടെ നിന്നവർ പോലും അവരെ തിരിഞ്ഞു നോക്കത്തില്ല. ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പിന്നാലെ അതുവഴി പോയി, അവൻ അവിടെ ഇല്ല. സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതൊക്കെ കണ്ടു, പക്ഷെ പിന്നെ അവൻ അവിടെ ഇല്ല. നമ്മൾ തഴയ്ക്കുന്നതും വളരുന്നതും നീതിയുടെയും നന്മയുടെയും ഗുണത്തിൻ്റെയും പാതയിലാണെങ്കിൽ ദൈവം നമ്മൾക്ക് ചില ഓർമ്മ തരും. ഓർമ്മയില്ലാത്തവരായി നമ്മൾ മാറല്ലേ. നമ്മൾക്ക് മറ്റുള്ളവരോട് ഓർമ്മ വേണം. എന്നാൽ മറ്റുള്ളവർ നമ്മളെ ഓർക്കും, ദൈവവും നമ്മളെ ഓർക്കും. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാണ്.